ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാക്കാണ് ADHD. അപ്പോൾ ഞാൻ ക്ലിനിക്കലി ADHD ഡയഗ്നൈസ്ഡ് ആണ്. അപ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് ഡൗട്ട്, എനിക്ക് ADHD ഉണ്ടോ, ഈ പറയുന്ന കാര്യം ഫഹദ് ഫാസിൽ പറഞ്ഞ കാര്യമൊക്കെ എനിക്കുണ്ടല്ലോ എന്നുള്ളത്. എല്ലാ മനുഷ്യനും അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന സമയത്ത് സ്ട്രെസ്സ് നേരിടും. അപ്പോൾ യൂഷ്വലി നമ്മൾ എങ്ങനെ സ്ട്രെസ്സിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് മുമ്പോട്ടേക്ക് നമ്മൾ അതെങ്ങനെ ബാധിക്കുമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ നിങ്ങളെ ഒരു പ്രൊഫഷണൽ മനസ്സിലാക്കിയതിന് ശേഷം ആങ്സൈറ്റി ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പല ആൾക്കാർക്കും പലപ്പോഴായി മനസ്സിൽ വരുന്നതും നിങ്ങൾ അധികവും ഗൂഗിൾ ചെയ്തിട്ടുണ്ടാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലുള്ള വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഡൗട്ടുകൾ നമുക്ക് അഡ്രസ്സ് ചെയ്താലോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്, അതിൻ്റെ ബേസിസിൽ നമുക്കിന്ന് സംസാരിക്കാം. ഏറ്റവും ആദ്യമായിട്ട് എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് എന്താണ് ഈ മെൻ്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം എന്നുള്ളതാണ്. ആക്ച്വലി ഒരു മനുഷ്യൻ്റെ സാമൂഹികപരമായിട്ടുള്ള, വൈകാരികപരമായിട്ടുള്ള ആൻഡ് അതേപോലെ മാനസികപരമായിട്ടുള്ള ഒരു അവസ്ഥയെ ഇല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ്ങിനെയാണ് നമ്മൾ മെൻ്റൽ ഹെൽത്ത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യന് അയാളുടെ പൂർണ്ണമായിട്ടുള്ള പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റുമ്പോൾ, അയാളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന ചാലഞ്ചസിനെ പ്രോപ്പറായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റുമ്പോൾ, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്ക് പൂർണ്ണമായിട്ട് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുമ്പോഴൊക്കെയാണ് നമ്മളൊരാൾ മെൻ്റലി ഹെൽത്തി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. വാട്ട് ഈസ് ഡിപ്രഷൻ? എന്താണ് ഡിപ്രഷൻ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥയല്ല നമ്മൾ ഡിപ്രഷൻ കൊണ്ട് പറയുന്നത്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇല്ലെങ്കിൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളുടെ മൂഡ് ഭയങ്കരമായിട്ട് ലോ ആവുക, ഇല്ലെങ്കിൽ ഇതുവരെ നമുക്ക് പ്ലഷർ കണ്ടെത്തിയിരുന്ന കാര്യങ്ങൾക്കൊന്നും സന്തോഷമോ ഇല്ലെങ്കിൽ അതേപോലെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനോ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുക, ഇല്ലെങ്കിൽ നമുക്ക് മറ്റ് ആക്ടിവിറ്റീസിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ടാവുക. ഇതൊക്കെയാണ് ഡിപ്രഷൻ്റെ ഒരു മേജർ സൈൻസ് എന്നൊക്കെ പറയുന്നത്. ഇത് 1-2 ദിവസം മാത്രം നിലനിൽക്കുന്ന ഒരു സംഭവമല്ല. മേ ബി ഒരു 2 വീക്സിലൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലാണ് അതിനെ ഡിപ്രഷൻ എന്നൊക്കെ ക്ലിനിക്കലി നമ്മൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡു ഐ ഹാവ് ആങ്സൈറ്റി? എനിക്ക് ആങ്സൈറ്റി ഉണ്ടോ എന്നുള്ളത്. ഒരിക്കലും നമുക്കൊരു മനുഷ്യന് ക്ലിനിക്കലി നമുക്ക് ആങ്സൈറ്റി ഉണ്ടോ, ഡിപ്രഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങളെ നോക്കിക്കൊണ്ടോ ഇല്ലെങ്കിൽ ചുമ്മാ നമുക്ക് സ്വന്തമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ നിങ്ങളെ ഒരു പ്രൊഫഷണൽ മനസ്സിലാക്കിയതിന് ശേഷം ആങ്സൈറ്റി ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എക്സസീവായിട്ട് ഭയങ്കരമായിട്ട് പേടി ഉണ്ടാവുക, അത് പലപ്പോഴും നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് പോകുന്ന സാഹചര്യത്തിൽ ഉണ്ടാവുക, പെട്ടെന്ന് നെഞ്ചെടുപ്പ് കൂടുന്നത് പോലെ, ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പറയാൻ പറ്റാത്ത പോലെ, ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത പോലെ, ഇങ്ങനെയൊക്കെ മറ്റുള്ളവരൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എനിക്കുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾ സീക്ക് ചെയ്യണം. എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടോ ഇല്ലയോ, അതൊരു ഡിസോർഡറായി മാറിയോ എന്നൊക്കെ ഉള്ളത്. അല്ലാതെ നമുക്ക് ഒരിക്കലും ഗൂഗിളിൽ നോക്കിയിട്ടോ ChatGPT നോക്കിയിട്ടോ സ്വന്തമായിട്ട് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത മോസ്റ്റ് ഗൂഗിൾ ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു കാം എ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ എൻ്റെ പാനിക് അറ്റാക്കിനെ എനിക്ക് കാം ഡൗൺ ചെയ്യാന്നുള്ളത്. നമുക്ക് ഒറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള ഒറ്റൊരു സ്റ്റെപ്പ് മാത്രം ആയിരിക്കണം എന്നില്ല. ഓരോ ആൾക്കാർക്കും വർക്ക് ആവുന്നത് ഓരോ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ മോസ്റ്റ് കോമൺലി പല ആൾക്കാർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തേതാണ് ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ബ്രീത്തിങ് എപ്പോഴും നമ്മളുടെ ബോഡീനെ മൊത്തം കാം ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. മൂക്കിൽ കൂടെ ശ്വസിച്ച് വായിൽ കൂടെ ശ്വാസം വിടുന്നത്, ഇല്ലെങ്കിൽ ബ്രീത്തിൽ ഫോക്കസ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളെ കാം ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അടുത്തതാണ് ഗ്രൗണ്ടിങ് ടെക്നിക്ക്. ഗ്രൗണ്ടിങ് ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സെൻസ് ഓർഗൻസ് ഉണ്ടാവുമല്ലോ, കണ്ണ്, മൂക്ക്, വായ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരാം. നമ്മളെ കുറച്ചും കൂടി നമ്മൾ ഓവർ തിങ്ക് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലാണെന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ മൊത്തം സെൻസസിനെ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥേനെയാണ് ഈ ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ കാണുക, കേൾക്കാൻ പറ്റുന്ന 4 കാര്യങ്ങൾ കേൾക്കുക, ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു സ്റ്റെപ്പ് തന്നെ അതിനുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഗ്രൗണ്ടിങ് ടെക്നിക്കിനെ പറ്റിയിട്ട്. അടുത്തത് മസിൽ റിലാക്സേഷൻ ആണ്. മസിൽ റിലാക്സേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മസിൽസിനെ ടൈറ്റ് ചെയ്തിട്ട് അതൊന്ന് റിലാക്സ് ചെയ്യാൻ നോക്കുക. കൈയാവാം, കാലുകളാവാം, ഇല്ലെങ്കിൽ ഒന്ന് കിടന്നിട്ട് ബോഡി മൊത്തം നമുക്ക് ടൈറ്റൻ ചെയ്തിട്ട് റിലീസ് ചെയ്യുന്ന പോലെ ആവാം. ഇതൊരു ടെക്നിക്കാണ്. അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് സെൽഫ് ടോക്കാണ്. ഇപ്പോൾ യൂഷ്വലി പാനിക് അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മളോട് തന്നെ പറയുന്നത് ഓക്കെ ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോട്ടായിരിക്കും പാനിക് അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലുണ്ടാവുന്നത്. അതിൽ നിന്ന് നമ്മൾ പേർപ്പസ്ഫുള്ളി കോൺഷ്യസ് ആയിട്ട് നമ്മൾ ആ
ടോക്കുകളെ നമ്മളൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. എങ്ങനെ, ഇതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ അല്ല, ഇത് ഭയങ്കര ടെമ്പററി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്, ഇതെനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും, ഞാൻ ഇതിന് മുമ്പ് ഇത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഇതും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ പോസിറ്റീവ് സെൽഫ് ടോക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഒപ്പം അതൊരു പ്രൊഫഷണൽ ഹെൽപ്പ് കൂടി സീക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, ഡു ഐ ഹാവ് ADHD എന്നുള്ളത്. എനിക്ക് ADHD ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വാക്കാണ് ADHD, ഇല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഡിസോർഡറാണ് ADHD എന്ന് പറയുന്നത്. ഫഹദ് ഫാസിലിനും ആലിയ ഭട്ടിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അത് ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് ഡൗട്ട്, എനിക്ക് ADHD ഉണ്ടോ, ഈ പറയുന്ന കാര്യം ഫഹദ് ഫാസിൽ പറഞ്ഞ കാര്യമൊക്കെ എനിക്കുണ്ടല്ലോ എന്നുള്ളത്. ആക്ച്വലി ADHD എന്ന് പറയുന്നത്, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്, അതിന് കുറച്ച് സിംറ്റംസ് ഉണ്ട്. അത് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഒരു മനുഷ്യന് ഉണ്ടാവുന്ന കുറച്ച് സിംറ്റംസ് ഉണ്ട്. ഒന്ന്, ആ പേരിലുള്ളത് പോലെ തന്നെ നമുക്ക് അറ്റൻഷൻ, ഒരു സംഭവത്തിന് നമുക്ക് പ്രോപ്പറായിട്ട് അറ്റൻഷൻ കൊടുക്കാൻ പറ്റാതിരിക്കുക. അത് നോർമൽ നമ്മൾ പെട്ടെന്ന് അറ്റൻഷൻ മാറുന്ന പോലെ ആയിരിക്കുന്നില്ല, തീരെ നമുക്ക് അറ്റൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുക എന്നുള്ളൊരു സാധനം. പിന്നെ ഭയങ്കരമായിട്ട് ഇമ്പൾസീവ് ആയിരിക്കും, എല്ലാം ചാടി കയറി ചെയ്യുക, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, പുവർ ടൈം മാനേജ്മെൻ്റ് ആയിരിക്കും, ഒന്നിൽ ടൈം മാനേജ്മെൻ്റ് ഒന്നും കണ്ടെത്താൻ പറ്റില്ല, ഒരു ടാസ്ക് നമുക്ക് ചെയ്ത് തന്നു കഴിഞ്ഞാൽ തന്നെ അത് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ക്ലിനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു സംഭവമാണ് ADHD എന്ന് പറയുന്നത്. ഇതിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇല്ലെങ്കിൽ എനിക്ക് മറന്നു പോകുന്നുണ്ട്, ഇപ്പോൾ ഫോർഗെറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മെയിൻ സിംറ്റമാണ്. എനിക്ക് എല്ലാ കാര്യം മറന്നു പോകുന്നുണ്ട് പറഞ്ഞിട്ട് നമുക്ക് ADHD ഉണ്ടാവണമെന്നില്ല. ബാക്കി എല്ലാ സിംറ്റംസും ഇത്ര പെർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ അത് കാണിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളിലാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കണ്ടെത്താൻ വേണ്ടി, കാരണം ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ കാണുന്നില്ല, അവിടെ ചാടിക്കയറുക, ഇവിടെ വീഴുക, എത്ര പറഞ്ഞാലും കേൾക്കാതിരിക്കുക, ഓർഡർലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതാവുക. ഇപ്പോൾ കുട്ടികളിൽ ഇത് ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പക്ഷേ അതിനർത്ഥം അഡൾട്ട്സിന് ADHD ഇല്ല എന്നുള്ളതല്ല. അഡൾട്ടിന് ഒരിക്കലും ചാടിക്കയറുക ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ചും കൂടി അവർക്ക് തോട്ടിലാണ്, ചിന്തകളിലാണ് ഈ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സിംറ്റംസ് നിങ്ങൾ കാണുന്നുണ്ട്, അത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ വർക്കിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ മറ്റ് ഹോബീസിലൊക്കെ ഇത് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ ഡെയിലി ലൈഫിനെ ഇത് ഇംപ്രോപ്പറായിട്ട് ഫങ്ഷനിങ്ങിന് കാരണമാവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഡയഗ്നോസിസ് ലെവലിലേക്ക് പോയിട്ട് ഒരു പ്രോപ്പർ തെറപ്പി എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ഷുഡ് ഐ ഹാൻഡിൽ സ്ട്രെസ്? ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് അല്ലേ. നമുക്കൊരിക്കലും സ്ട്രെസ് ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനും പറ്റില്ല, അത് ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവമാണ്. എല്ലാ മനുഷ്യനും അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന സമയത്ത് സ്ട്രെസ്സ് നേരിടും. അപ്പോൾ യൂഷ്വലി നമ്മൾ എങ്ങനെ സ്ട്രെസ്സിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് മുമ്പോട്ടേക്ക് നമ്മൾ അതെങ്ങനെ ബാധിക്കുമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നോർമൽ ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മളെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ് നമ്മളുടെ ബോഡി എന്ന് പറയുന്നത്. ബോഡിയാണ് നമുക്ക് ആദ്യം സൈൻ തരുന്നത്. ഒന്നെങ്കിൽ നമ്മൾ ഭയങ്കര ടയേർഡായിരിക്കും, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും, എനർജി ഇല്ലാത്ത പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ആ സമയത്ത് പ്രോപ്പറായിട്ട് ഒരു വാക്കിന് പോവുക, ഫിസിക്കലി നമ്മൾ എന്താ ചെയ്യുക, യൂഷ്വലി ഭയങ്കര ടയേർഡായി കഴിഞ്ഞാൽ ഫുൾ ടൈം കിടന്നിട്ടോ അല്ലെങ്കിൽ ഫുൾ ടൈം ഇരുന്നിട്ടോ ഭയങ്കര സ്റ്റാഗ്നൻ്റ് ആയിട്ട് മാറുക ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം ഒരു വാക്കിന് പോവുകയോ അല്ലെങ്കിൽ ഫിസിക്കലി ഒന്നുകൂടി ആക്റ്റീവ് ആവാനൊക്കെ ഒന്ന് ശ്രമിക്കുക. പിന്നെ ഒരു റിച്വൽ ഉണ്ടാക്കുക. ഞാൻ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊന്ന് ഓക്കെ ആവുമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഒരു സിനിമക്ക് പോകുന്നതോ, നല്ലൊരു ചായ കുടിക്കാൻ പോകുന്നതോ, ഇല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നതോ, അങ്ങനെ ഒരു റിച്വൽ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ യൂഷ്വലി പലപ്പോഴും ഞാൻ ആൾക്കാരുടെ അടുത്ത് പറയുന്ന ഒരു ജേർണൽ ചെയ്യുന്നതുകൊണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ കളിക്കുന്നതുകൊണ്ട്, ഡിജിറ്റൽസിന് മാറി കുറച്ച് സമയം ഗെയിംസ് ഒക്കെ കളിക്കുന്നതുകൊണ്ട് നിങ്ങൾ സ്ട്രെസ്സ് മാറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ്സ് മാറ്റാനുള്ള ഒരു റിച്വൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ആൻഡ് അതേപോലെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടോക്ക് ഇറ്റ് ഔട്ട്. നമ്മളെപ്പോഴും സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിനെ കാണിക്കും, ഉള്ളിലൊന്നും വെച്ച് നിൽക്കില്ല, ഇല്ലെങ്കിൽ പൊത്തിപ്പിടിച്ച് ആരും കാണരുതെന്ന് പറഞ്ഞിട്ട് നിൽക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിനെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സുകൾ അലട്ടുന്നുണ്ടെങ്കിൽ ആരും അറിയരുത്, എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വെക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെക്കാറാണ് പതിവ്. അപ്പം അങ്ങനെയല്ല, നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുടെ അടുത്ത്, നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തോ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തോ ആരുടെ അടുത്തെങ്കിലും ഒന്ന് തുറന്ന് പറയാം, ഞാൻ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളത്. ചിലപ്പോൾ ഒന്ന് സംസാരിച്ച് വെൻ്റ് ഔട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിലീഫ് അതിലൂടെ കിട്ടും. പക്ഷേ തുറന്നു പറയുന്നത് ആരോടാണെന്നുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. പിന്നെ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ചെയ്യുന്ന മറ്റൊരു തെറ്റായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കിടന്നുറങ്ങും, ഇല്ലെങ്കിൽ തീരെ ഉറങ്ങാതിരിക്കും, ഒന്നെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറേ ഭക്ഷണം കഴിക്കും, ഇല്ലെങ്കിൽ തീരെ ഭക്ഷണം കഴിക്കാതിരിക്കും. ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെയും
പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിന് പകരം ഇനി എന്തെന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഭക്ഷണശീലങ്ങളിലോ ഞാൻ എൻ്റെ ഉറക്കിലോ ഇല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറായിട്ടുള്ള ടൈം ചെലവഴിക്കുന്നതിലോ ഒന്നും ഒരു മാറ്റവും വരുത്തില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുക. അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, കുറേ നേരം ഉറങ്ങാതിരിക്കുക, പ്രോപ്പറായിട്ട് സ്ലീപ്പും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. പിന്നെ ചില ആൾക്കാർ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ കുറേ സമയം ഓഫീസിലിരിക്കാനും കുറേ സമയം വർക്ക് ചെയ്യാനും നോക്കും, ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയും ചെയ്യാതിരിക്കുക. കാരണം ബോഡി ഓട്ടോമാറ്റിക്കലി ഭയങ്കരമായിട്ട് ടയേർഡാവും. അപ്പോൾ നിങ്ങൾ വർക്കിൻ്റെ ഇൻ ബിറ്റ്വീനൊക്കെ കുറച്ച് സമയം ഓഫൊക്കെ എടുത്ത് ഒരു 2 minutes ബ്രേക്ക് പോലെ എടുത്ത് ഒന്ന് നടന്നു വരിക, വെള്ളം കുടിച്ച് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ആൻഡ് ഇതും ചെയ്തിട്ട് ഇപ്പോൾ യൂഷ്വലി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 2-3 ഡേയ്സിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ ഓക്കെ ആവാറുണ്ട്. ഇത്രയും ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നും ഒരു മാറ്റവും ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളതൊരു പ്രോപ്പറായിട്ടുള്ള കൺസൾട്ടേഷൻ നിങ്ങൾ എടുക്കണം. ഇല്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ കലാകാലങ്ങളായിട്ട് മനസ്സിൽ കൂടി വരുന്ന സ്ട്രെസ്സുകളാണ് പല ഡിസോർഡറുകളായിട്ടും പല ട്രോമകളായിട്ടും പല ബുദ്ധിമുട്ടുകളായിട്ടും ആൾക്കാരെ കാലാകാലങ്ങളായിട്ട് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോമൺ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പാരമ്പര്യമായിട്ട് മാത്രം കിട്ടുന്ന ഒരു പ്രശ്നമാണോ എന്നുള്ളത്. ആക്ച്വലി ജെനറ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെനറ്റിക് ഒരു വലിയ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നെ കേട്ടിട്ടില്ലേ, അവൻ്റെ അച്ഛന് ഭയങ്കര ടെൻഷനാണ്, അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ തന്നെയാണ്, അതന്നെയാണ് അവനക്ക് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളുടെ പാരൻസിന് ഇല്ലെങ്കിൽ നമ്മളുടെ അതിന് മുമ്പുള്ള ഗ്രാൻഡ് പാരൻസിനൊക്കെ ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ ഉണ്ട് ആൾക്കാരാണെങ്കിൽ നമുക്കും അതിൻ്റെ ഒരു പ്രീ ഡിസ്പോസിഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ജെനറ്റിക്സ് മാത്രമല്ല മറ്റ് പല ഫാക്ടേഴ്സും പ്ലേ ചെയ്യുന്നുണ്ട്. ഒന്ന് ജെനറ്റിക്സ്, ഈ പറഞ്ഞ പോലെ പാരമ്പര്യം. രണ്ടാമത്തെന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ്. ഒരു കുട്ടി എന്ത് ജെനറ്റിക്കൽ പ്രീ ഡിസ്പോസിഷൻ ഇല്ലെങ്കിലും ആൾ വളർന്ന സാഹചര്യത്തിൽ ആളുടെ പാരൻസ് ഭയങ്കര ടോക്സിക് ആവുക, ആൾ സ്കൂളിങ്ങിൽ എന്തെങ്കിലും ബുള്ളിങ്ങോ പോലെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരിക, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രോമറ്റൈസിങ് ആയിട്ടുള്ള ഇവൻറ്റുകൾ, മരണങ്ങൾ ഇതിലൂടെ കടന്നു പോകേണ്ടി വരിക. അപ്പോൾ ആളുടെ ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അടുത്തത് ലൈഫ് സ്റ്റൈൽ. ഞാൻ ഏത് തരം ലൈഫ് സ്റ്റൈലിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്, ഇതൊരു കാരണമാണ് മാനസിക പ്രശ്നങ്ങൾക്കുള്ളത്. ആൻഡ് അടുത്തെന്ന് പറയുന്നത് നമ്മളെ ഡെവലപ്മെൻറ്റ് ആൻഡ് അതേപോലെ ബ്രെയിൻ കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺസ്, നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ, ബ്രെയിൻ കെമിസ്ട്രി ഒക്കെ ഇതൊരു വലിയ റോളുണ്ട്. അപ്പോൾ ഒരു കാരണം കൊണ്ട് മാത്രം നിങ്ങൾക്ക് മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാണെന്ന് പറയാൻ പറ്റില്ല. ഇത്ര കാര്യങ്ങളൊക്കെ കൂടിച്ചേർന്നിട്ടുള്ളതാണ് ഒരു മാനസികാരോഗ്യം അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഹൗ ടു ഫൈൻഡ് എ തെറപ്പിസ്റ്റ് ഇൻ ഇന്ത്യ. എങ്ങനെയാണ് നമ്മളെ നാട്ടിൽ ഒരു പ്രോപ്പർ തെറപ്പിസ്റ്റിനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഭയങ്കര തമാശക്ക് പറയുന്ന ഒരു കാര്യമാണ്. ഒരു നല്ല പാർട്ട്ണറിനെ കണ്ടെത്തുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു തെറപ്പിസ്റ്റിനെ കണ്ടെത്തുക എന്നുള്ളത്. കാരണം ആളുടെ അടുത്താണ് നമ്മൾ ഹോപ്പ്ഫുൾ ഇത്രയും കാലം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് പൂർണ്ണമായി മനസ്സിലാക്കാനും അംഗീകരിക്കാനും അത് ഹെൽപ്പ് ചെയ്യാനും പറ്റുന്ന ഒരാളടുത്തായിരിക്കണം നമ്മൾ എത്തിപ്പെടേണ്ടത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ പണ്ട് ട്രിവാൻഡ്രത്താണ് ഒരു നല്ല തെറപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും ട്രാവൽ ചെയ്തിട്ട് അവിടം വരെ പോകണം, കാസർഗോഡുള്ള ഒരാളാണെങ്കിൽ. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നതുകൊണ്ട് എവിടെയാണോ ബെസ്റ്റ് തെറപ്പിസ്റ്റ് ഉള്ള അവരെ നമുക്ക് ഏത് സമയത്തും ഏത് സ്ഥലത്തും ഇരുന്നുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു തെറപ്പിസ്റ്റിനെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക, ഏത് ഏരിയയിലുള്ള ഒരാളെയാണ് ഞാൻ കാണേണ്ടത്, എൻ്റെ ഇഷ്യൂ എന്താണ് എന്നുള്ളത്. പാരൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണോ, ഇല്ലെങ്കിൽ ട്രോമ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണോ, നിങ്ങളുടെ സെക്ഷുവാലിറ്റിയും ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നമാണോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഏരിയസിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇന്ന് ഓൺലൈനുകളിലും മറ്റും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രമിക്കുക. അതായത് ആദ്യം നിങ്ങൾക്ക് ഏത് ഏരിയ ആണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുക, അതിൻ്റെ സ്പെഷ്യലൈസേഷൻ കണ്ടെത്തുക. പിന്നെ ഓൺലൈനാണോ ഓഫ്ലൈനാണോ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ. ചില ആൾക്കാർക്ക് ഓൺലൈനിൽ അവരുടെ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ചില ആൾക്കാർക്ക് അങ്ങനെയല്ല, നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് കഴിഞ്ഞാലാണ് സമാധാനം ഉണ്ടാവുക. അപ്പോൾ ഓൺലൈനാണോ ഓഫ്ലൈനാണോ, ഇപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ ഓൺലൈനാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കംഫർട്ടബിൾ ഏതാണെന്നുള്ളത് നോക്കുക. ആൻഡ് അതേപോലെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ നാടൻ ഭാഷയിൽ സംസാരിക്കാനാണ് താല്പര്യമെങ്കിൽ ആ വേർണക്കുലർ ലാംഗ്വേജിൽ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ നോക്കുക, റൈദർ ദാൻ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇല്ലെങ്കിൽ മറ്റ് ഭാഷയിലുള്ള തെറപ്പിസ്റ്റിനെക്കാളും. അതായിരിക്കും കുറച്ചും കൂടി റിസൾട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. ആൻഡ് അതേപോലെ ഞാനൊരു ലോങ് ടേമിലേക്കാണോ നോക്കുന്നത് ഒരു ഷോർട്ട് ടേമിലേക്കാണ്, നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു അൺറിയലിസ്റ്റിക് ആണ്. എങ്കിൽ ഒരു കൗൺസിലിംഗ് സെറ്റപ്പിലാണോ നിങ്ങൾക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ ഒരു തെറപ്പി സെറ്റപ്പിലാണോ നിങ്ങൾക്ക് പോകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് കൺഫ്യൂഷൻ ഒന്ന് ക്ലാരിറ്റി വരുത്താൻ നോക്കുക. മെയിലാണോ
ഫീമെയിൽ ആണോ എന്നുള്ളത്. ചില ആൾക്കാർക്ക്, ഇപ്പോൾ സ്ത്രീകൾക്ക് ചില ആൾക്കാർക്ക് ഒരു പുരുഷൻ്റെ വ്യൂ പോയിന്റ് കൂടി മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നുള്ള രീതിക്ക് ആൾക്കാർ പറയുന്നുണ്ട്. നേരെ തിരിച്ചും പറയുന്ന ആൾക്കാരുണ്ട്, സെയിം ജെൻഡർ ആണ് കംഫർട്ടബിൾ എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനാണ് പേടി. ഞാൻ തുറന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവരെന്നെ കേൾക്കുമോ, കോൺഫിഡൻഷ്യൽ ആയിരിക്കുമോ, മനസ്സിലാവോ എന്നുള്ളത്. അത് ആദ്യത്തെ സെഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വൈബ് നിങ്ങൾക്ക് മാച്ച് ആണോന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാതെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെയർ ടു ഗെറ്റ് ഫ്രീ തെറപ്പി. എവിടെ നിന്നാണ് എനിക്ക് ഫ്രീ തെറപ്പി കിട്ടുക എന്നുള്ളത്. പലപ്പോഴും ആൾക്കാർ നമ്മളടുത്താണെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് വെറുതെ കേട്ടിരിക്കുന്നതിനല്ലേ പൈസ, നിങ്ങൾക്ക് 1 മണിക്കൂർ ഒന്നും ചെയ്യണ്ടല്ലോ, വെറുതെ കേട്ടിരുന്നാൽ മതിയല്ലോ എന്നുള്ളൊരു സംഭവം. നിങ്ങൾ ഈ കേട്ടിരിക്കുന്ന ഒരു തെറപ്പിസ്റ്റിനെ മാത്രമേ കാണുന്നുള്ളൂ. അതിനുശേഷമുള്ള ഒരു പ്രോസസ്സ് നിങ്ങൾ എന്താണെന്നുള്ളത് കാണുന്നില്ല. നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ആ ഒരു കൺസേണുകളെ കോൺസെപ്ച്വലൈസ് ചെയ്ത് എന്താണ് പാറ്റേൺ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ നമ്മൾ ഇത്രയും വർഷം പഠിച്ച മൊത്തം ഇൻ്റർവെൻഷൻസ് ഇട്ട് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു ഹാർഡ് വർക്ക് ഇല്ലെങ്കിൽ വലിയൊരു സർവീസ് തന്നെ അതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ ഫ്രീ ആയിട്ട് കേൾക്കുന്നതിന് എന്താണ് പൈസ, ഫ്രീ ആയിട്ട് സെഷൻ വേണം എന്നുള്ളത്. അപ്പോൾ അഫോർഡബിലിറ്റിയുടെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഫ്രീ സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഗവൺമെൻറ്റൽ ആൻഡ് നോൺ ഗവൺമെൻറ്റൽ സൈറ്റ്സുകൾ, പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈവൻ ഒപ്പത്തിലാണെങ്കിലും നമ്മൾ പ്രോബോണോ സെഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ മെൻ്റൽ ഹെൽത്തിൻ്റെ കേസസിൽ വരുമ്പോൾ ഒരു സ്റ്റിഗ്മയുടെ പുറത്തുണ്ടാവുന്ന ഫ്രീ ആയിട്ട് പോരെ എന്നുള്ള പുറത്ത് വരുന്ന ചോദ്യമാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി മനസ്സിലാക്കേണ്ട ഒരു സാധനം, നമ്മളൊരു സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാറുണ്ട്. ആവറേജ് എത്ര പൈസയാവും? ഇല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കുറേ സാധനം ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങിക്കാറില്ലേ, എത്ര പൈസയാവും? ഇതൊക്കെ ഒരു ഷോർട്ട് ടേം സന്തോഷമാണ് നമുക്ക് തരുന്നത്. പക്ഷേ തെറപ്പിയിൽ നിങ്ങൾ ഒരു 100 രൂപയാണ് നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ലോങ് ടേം റിസോഴ്സാണ്, അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വാട്ട് മെൻ്റൽ ഹെൽത്ത് സർവീസസ് എക്സിസ്റ്റ് ഇൻ കേരള. കേരളത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മെൻ്റൽ ഹെൽത്ത് സർവീസ് എന്തൊക്കെയാണെന്നുള്ളത്. കേരളത്തിൽ ഒരുപാട് രീതിയിൽ മെൻ്റൽ ഹെൽത്തിനെ ഹോളിസ്റ്റിക് ആയിട്ട് കാണുന്ന കുറച്ചും കൂടി അവയർനെസ് ഉള്ള ഒരു ഓഡിയൻസ് കൂടിയാണ് സ്റ്റിൽ സ്റ്റിഗ്മ ഉണ്ടെങ്കിലും കേരളത്തിലുള്ളത്. ഒരുപാട് നല്ല രീതിയിലുള്ള പ്രൊഫഷണൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ സൈക്യാട്രിക് സർവീസസ് ഉണ്ട്. ഇപ്പോൾ ഒപ്പത്തിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റിൻ്റെ സർവീസസ് അവൈലബിൾ ആണ്. തെറപ്പി, കൗൺസിലിംഗ്, വെൻറ്റിംഗ് ഔട്ട്, ഇങ്ങനെയുള്ള എല്ലാ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതേപോലെ ക്ലിനിക്കൽ സൈക്കോളജി, നിങ്ങൾക്ക് ഒരു ഡയഗ്നോസിസ് ലെവലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ്. ആൻഡ് അതേപോലെ മെഡിക്കേഷൻസ് രീതിയിൽ പോകേണ്ട ക്ലയൻസ് ആണെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ സർവീസസും നമുക്ക് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് റീഹാബിലിറ്റേഷൻ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇഷ്ടംപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ റീഹാബിലിറ്റേഷൻ പർപ്പസിൽ റൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡി അഡിക്ഷൻ പർപ്പസിൽ റൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ നീഡ്സിനനുസരിച്ചിട്ട് ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. നമ്മളൊപ്പമിൽ കറൻ്റ്ലി ഇങ്ങനെയുള്ള സർവീസാണ്, സൈക്കോളജിസ്റ്റുകളുടെ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ, സൈക്യാട്രിസ്റ്റുകളുടെ സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ കൺസേൺസുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ പറഞ്ഞ പോലെയുള്ള ADHD ആണെങ്കിലും, ആങ്സൈറ്റി ആണെങ്കിലും, ഡിപ്രഷൻ ആണെങ്കിലും, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണെങ്കിലും, കപ്പിൾ കൺസേൺസ് ആണെങ്കിലും, ഗ്രീഫ് പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും, പാരൻ്റൽ ഫാമിലി കൺസേൺസ് ആണെങ്കിലും, ഇങ്ങനെയുള്ള ഒരുപാട് കൺസേണുകൾ ഒപ്പത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന സർവീസസിനെ പറ്റി വായിക്കാൻ വേണ്ടിയിട്ട് www.oppam.me എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ക്യാൻ തെറപ്പി ബി ഡൺ ഇൻ മലയാളം. മലയാളത്തിൽ തെറപ്പി ചെയ്യാൻ പറ്റും? ഓഫ് കോഴ്സ്, എന്തായാലും ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് കണ്ടെത്തിയിട്ട് വേണം തെറപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ക്വാളിറ്റി ഇഷ്യൂസും നിങ്ങൾ നേരിടേണ്ടി വരും. അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് തെറപ്പിനോടുള്ള വിശ്വാസം തന്നെ ഇല്ലാണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ചില ആൾക്കാർക്ക് കരയുന്ന സമയത്തൊക്കെ ഇല്ലെങ്കിൽ അവരുടെ വൾണറബിൾ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവരുടെ നാടൻ ഭാഷയിൽ അവർക്ക് ഭയങ്കര റോ ആയിട്ടൊക്കെ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ മലയാളത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒപ്പത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മലയാളി തെറപ്പിസ്റ്റിനെയാണ്. കൾച്ചറലി റെസ്പോൺസീവ് ആയിട്ടുള്ള തെറപ്പിസ്റ്റുകളാണ് ഉള്ളത്. ഇപ്പോൾ മലയാളി ഓഡിയൻസിൽ തന്നെ ഇല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ തന്നെ ഒരുപാട് റീജിയണൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്ന, റിലീജിയസ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന കൾച്ചറൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കൾച്ചറൽ റെസ്പോൺസീവ് ആയിട്ടുള്ള തെറപ്പിസ്റ്റുകളാണ് ഒപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർ ദെയർ LGBT ഫ്രണ്ട്ലി തെറപ്പിസ്റ്റ് ഇൻ കേരള.
നമ്മുടെ കേരളത്തിൽ LGBTQIA+ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരുണ്ടോ തെറപ്പിസ്റ്റുകൾ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ഉണ്ട്. ഇഷ്ടം പോലെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ കേരളത്തിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മളുടെ മെട്രോ സിറ്റീസിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൻ പുറത്ത് ഇങ്ങനെയുള്ള ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലോ ഇങ്ങനെയുള്ള ഏരിയാസ് ഇല്ലെങ്കിൽ ക്യൂർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേപ്പേഴ്സോ കാര്യങ്ങളോ നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ തന്നെ നമ്മളുടെ ഇഷ്ടപ്രകാരം ഇൻക്ലൂസീവ് ആവുക എന്നതിൻ്റെ ഒരു അപ്പുറത്തേക്കാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ സ്പെഷ്യലൈസേഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്യൂർ ഫ്രണ്ട്ലി രീതിയിൽ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ തെറപ്പിസ്റ്റ് ക്യൂർ ഫ്രണ്ട്ലി ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ എന്നുള്ളത് കൺഫർമേഷൻ വരുത്തിയതിന് ശേഷം മാത്രം എടുക്കാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ഒപ്പത്തിൽ നമ്മൾ ഹയറിംഗ് പ്രോസസ്സിൻ്റെ ഒപ്പം തന്നെ ക്യൂർ ഫ്രണ്ട്ലി ആയിട്ടുള്ള തെറപ്പിസ്റ്റുകൾക്കാണ് കൺസിഡറേഷനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഒപ്പത്തിൽ ആ ഒരു കാര്യം നമ്മൾ കീപ്പപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഈ ഒരു കാര്യം കൂടി ഉറപ്പ് വരുത്തുക.